യേശുക്രിസ്തു പറഞ്ഞ ഏറ്റവും ചെറിയ ഉപമകളിൽ ഒന്നാണ് പുളിമാവിന്റെ ഉപമ. കടുകുമണിയുടെ ഉപമ പറഞ്ഞതിന് തൊട്ടുപിന്നാലെയാണ് മിക്കവാറും സുവിശേഷങ്ങളിൽ ഇതും രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനങ്ങളെ ആസ്പദമാക്കി ഇത് താഴെ വിവരിക്കുന്നു. പുളിമാവിന്റെ ഉപമ, ദ പാരബിൾ ഓഫ് ദ ലിവൻ. ബൈബിൾ വചനം: സ്വർഗരാജ്യം പുളിമാവിനോട് സദൃശമാകുന്നു. ഒരു സ്ത്രീ അതെടുത്ത് 3 ഇടങ്ങഴിമാവിലെല്ലാം പുളിക്കുവോളം പൊളിപ്പിച്ചു വെച്ചു. ഈ ഉപമയുടെ വിശദീകരണം: ഈ ചെറിയ ഉപമയിലൂടെ വലിയൊരു സത്യമാണ് യേശു വ്യക്തമാക്കുന്നത്. ഇതിലെ ഓരോ ഘടകത്തിനും പ്രത്യേക അർത്ഥങ്ങളുണ്ട്. പുളിമാവ്, ലീവൻ, ഈസ്റ്റ്. മാവ് പുളിപ്പിക്കാൻ ചേർക്കുന്ന അല്പം പുളിപ്പുള്ള മാവാണിത്. ഇത് വളരെ ചെറിയ അളവിലാണെങ്കിലും വലിയൊരളവ് മാവിനെ മാറ്റാൻ ഇതിന് കഴിയും. ഇവിടെ പുളിമാവ് ദൈവരാജ്യത്തിന്റെ സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു. 3 ഇടങ്ങഴി മാവ്, ഇത് ഏകദേശം 20 കിലോയോളം വരും. ഒരു വലിയ കുടുംബത്തിന് മുഴുവൻ വേണ്ട ആഹാരത്തിനുള്ള മാവാണിത്. ഇത് ലോകത്തെ അല്ലെങ്കിൽ മനുഷ്യവർഗത്തെ സൂചിപ്പിക്കുന്നു. ഒളിപ്പിച്ചു വെച്ചു. പുളിമാവ് മാവിനുള്ളിൽ ഇടുമ്പോൾ അത് പുറമേ കാണാൻ കഴിയില്ല, എന്നാൽ അത് ഉള്ളിലിരുന്ന് മാവിനെ മുഴുവൻ മാറ്റിമറിക്കുന്നു. ഈ ഉപമ നൽകുന്ന പാഠങ്ങൾ: 1. അദൃശ്യമായ സ്വാധീനം. കടുകുമണിയുടെ ഉപമ പുറമേ കാണാവുന്ന വളർച്ചയെ, എക്സ്റ്റേണൽ ഗ്രോത്ത് സൂചിപ്പിക്കുമ്പോൾ പുളിമാവിന്റെ ഉപമ ആന്തരികമായ മാറ്റത്തെ, ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ സൂചിപ്പിക്കുന്നു. ദൈവവചനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ചെന്നാൽ പുറമേ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ തന്നെ അയാളുടെ സ്വഭാവത്തെയും ചിന്തയെയും അത് സ്വാധീനിക്കും. 2. പൂർണ്ണമായ മാറ്റം. അല്പം പുളിമാവ് മതി മാവ് മുഴുവൻ പുളിക്കാൻ. അതുപോലെ സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ ഒരു സമൂഹത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങിയാലും അത് ആ സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കാനുള്ള ശക്തിയുള്ളതാണ്. 3. ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. മാവ് പുളിക്കാൻ സമയമെടുക്കും. അതുപോലെ ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ പുറത്തുവരാൻ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് യേശു പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, കടുകുമണി സ്വർഗരാജ്യത്തിന്റെ വ്യാപ്തിയെയും ക്വാണ്ടിറ്റി, പുളിമാവ് അതിന്റെ ഗുണത്തെയും ക്വാളിറ്റിയാണ് കാണിക്കുന്നത്.